എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല രുചിയുള്ള പൊരിച്ച പത്തിരി ഉണ്ടാക്കാം. അതിനു വേണ്ടുന്ന ഇൻഗ്രീഡിയൻസാണ് ഇതെല്ലാം. അതിനായി ആദ്യം നമുക്ക് 2 കപ്പ് അരിപ്പൊടി എടുക്കാം. ഇടിയപ്പം ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് എടുക്കുന്നത്. നമ്മുടെ പൊരിച്ച പത്തിരിക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടി 1 സ്പൂൺ മൈദ കൂടെ ചേർത്തു. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി തിളച്ച വെള്ളം ഉപയോഗിച്ചാണ് കുഴച്ചെടുക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ആദ്യം 1 സ്പൂൺ വെച്ച് കുഴച്ച് അതിനുശേഷം കൈകൊണ്ട് കുഴയ്ക്കാം. ഇനി നമുക്കിതിനൊരു രുചിക്കൂട്ട് തയ്യാറാക്കണം. അതിനായി 1/2 കപ്പ് നാളികേരം, കുറച്ച് ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത് 3ഉം കൂടെ നമുക്ക് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കിത് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ പാകത്തിന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇങ്ങനെ പരത്തിയതിന് ശേഷം ചെറിയൊരു അടപ്പ് ഉപയോഗിച്ച് നമുക്കതിനെ ഒരു റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇങ്ങനെ കിട്ടും. ഈ ഒരു കനത്തിൽ വേണം നമുക്ക് എടുക്കാം. അങ്ങനെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൊരിച്ചെടുക്കാനായി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ നല്ല ചൂടാകുമ്പോൾ പത്തിരി ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളറും ആയി കിട്ടി. ഇങ്ങനെ ബാക്കിയെല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് നല്ലൊരു ഹെൽത്തി ഡിഷാണ് നമ്മുടെ പൊരിച്ച പത്തിരി. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. എന്താണ് നിങ്ങൾ നോക്കി നിൽക്കുന്നത്? ചായയുടെ കൂടെ സൂപ്പറായിരിക്കും. വന്നെടുത്ത് ഓർമ്മ തിന്നിട്ട് പോയാൽ മതി.